ഈ ഓണക്കാലത്ത് സീഡിനെറ്റ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി കരുതലായി കാവലാൾ. സ്നേഹവും സ്വാന്തനവുമാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ ചെയർമാനായ ഷാജി കെ ഡേവിഡിന്റെ പ്രത്യേകത. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച ഈ സഹജീവി സ്നേഹത്തിന് മാധുര്യം ഏറെയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം പേരൊന്നും ഇല്ലായിരുന്നു. ചോറ് ഉച്ചയ്ക്ക് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കും, ചോറ് വിളമ്പി കൊടുക്കും, തിരിച്ചു പോരും. സ്വാഗതവും നന്ദിയും അങ്ങനെ അവിടെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയില്ല. 5-10 മിനിറ്റ് കൊണ്ട് ചോറ് ഉച്ചഭക്ഷണ വിതരണം കഴിയും. പിന്നെ ഇതിനൊരു പേര് വേണം, ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ തോന്നിയപ്പോഴാണ് നല്ലൊരു പേരാണ് കരുതൽ. നമ്മളെല്ലാം കരുതലാണല്ലോ, പരസ്പരം കരുതൽ ആണ് എന്നുള്ള ചിന്ത വന്ന് അങ്ങനെ പേര് വന്നു. പക്ഷേ കരുതൽ നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ ഇഷ്ടംപോലെ കരുതലാണ്. കരുതൽ എന്നുള്ള പേരാണ് പല ചാരിറ്റി സംഘടനകൾക്കും ഉള്ളത്. അപ്പോഴാണ് ഉച്ചയൂണ് കൊടുക്കുന്നതാണല്ലോ ഉച്ചയൂണ് കൂട്ടായ്മ, ഉച്ചഭക്ഷണ കൂട്ടായ്മ എന്നതുപോലെ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ എന്ന പേര് കരുതൽ എന്ന ഒരു പേരിൽ നിന്നും വന്നതാണ്. അശരണരെ ചേർത്ത് പിടിക്കുന്നതിൽ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ എന്നും മുന്നിലുണ്ടെന്നത് ആലംബഹീനർക്ക് കൈത്താങ്ങാണ്. ഇതിന് ഷാജി കെ ഡേവിഡിനെ സഹായിക്കുന്നത് കരുതലിൻ്റെ നിസ്വാർത്ഥരായ ഒരു കൂട്ടം മനുഷ്യസ്നേഹികളാണ്. നമ്മുടെ ജീവിതത്തിൽ പല മേഖലയിലും പല സമയങ്ങളിലും നമുക്ക് പലരെയും സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കെല്ലാം ഉണ്ടാവും, ചെറുതും വലുതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. ഉച്ചയ്ക്ക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തിന് ഭക്ഷണം ലഭിക്കാതെ പൈപ്പിലെ വെള്ളം മാത്രം കുടിച്ച് കഴിയുന്ന എൻ്റെ സുഹൃത്ത്, അവനെൻ്റെ ചോറിൻ്റെ പങ്ക് കൊടുത്തു എന്നുള്ളത് അതൊക്കെ എൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പോലൊരു തൃപ്തി എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ വെള്ളക്കച്ചവടമായിരിക്കും, വെള്ളത്തിൻ്റെ ജാറിലെ വെള്ളത്തിൻ്റെ കച്ചവടമാണ്. അപ്പം അങ്ങനെ വെള്ളക്കച്ചവടമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ കൈ നീട്ടുമ്പം 5-10 കൊടുക്കുമ്പം അതിനേക്കാൾ എനിക്ക് തോന്നി ഒരു തൃപ്തി. എൻ്റെ വണ്ടിക്കകത്ത് ബന്നും പഴവും ഏത്തക്കയൊക്കെ മേടിച്ച് വെക്കും. അപ്പോൾ ഒരുത്ത വന്ന് വിശന്ന് കഴിഞ്ഞിട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പഴുത്ത ഏത്തക്കയൊക്കെ ആർത്തിയോടെ കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖമൊക്കെ, അവന് ഏത് ഭാഷക്കാരനോ ഏത് ജാതിക്കാരനോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പഴുത്ത ഏത്തക്കയൊക്കെ വളരെ ആർത്തിയോടെ കഴിക്കുന്ന ഒരു രംഗമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ചോറ് പൊതിയിലേക്ക് തിരിഞ്ഞത്. 10 പൊതി ചോറൊക്കെ എൻ്റെ വെള്ളത്തിൻ്റെ മഹേന്ദ്ര വണ്ടിക്ക് ഫ്രണ്ടിൽ വെക്കും. വെച്ചിട്ട് പോകുമ്പോൾ ചോറ് പൊതി കൊടുക്കുമ്പോൾ ഒത്തിരി അനുഭവം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ ഇങ്ങനെ റോഡ് സൈഡിലിരുന്ന് പടം വരയ്ക്കുന്നു, മണ്ണിൽ പടം വരയ്ക്കുക. മാനസിക പ്രശ്നമുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി ഞാൻ ഇറങ്ങി ഭക്ഷണം കൊടുത്തപ്പോൾ ആ ചോറ് പൊതി അതുപോലെ എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു. ഇതിൽ കരിങ്കല്ല് വന്ന് മേത്ത് വീഴുന്ന ഒരു പ്രതീതിയാണ് എനിക്കുണ്ട്. അത്ര വേദനയായിരുന്നു. ചോറ് പൊതിക്കുമ്പോൾ അത്ര വേദന ഉണ്ടാകുമെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വളരെ സന്തോഷത്തോടെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഭക്ഷണം കൊടുത്തുണ്ട്. ഒരു ഡൽഹിക്കാരനൊരു മനുഷ്യൻ ഉച്ചയ്ക്ക് ഒരു നേരം ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കുമ്പോൾ അവൻ 2 ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കും. ഞാൻ അവനെ വളരെ ശ്രദ്ധിച്ചു. ഒരു ശാന്തനാണ്. അവനെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഫ്രണ്ട് ഇരുന്നപ്പോൾ ഹിന്ദി അറിയാവുന്ന അവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ഇവനോടൊന്ന് ചോദിച്ചു അവൻ്റെ ഈ ബാണ്ടക്കെട്ടൊക്കെ ഒന്ന് അഴിച്ചപ്പം അവൻ ഡൽഹിയിലുള്ളതാണ്, അവൻ്റെ ഉയർന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞതാണ്. അവനൊരു വർഷത്തിലൊരിക്കൽ അവനിങ്ങനെ വീട് വിട്ട് 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഇതെന്തോ അവനെ ട്രെയിൻ മാറിപ്പോയി, അവൻ കേരളത്തിൽ വന്ന് അവൻ ലക്ക് കെട്ടുപോയി. അങ്ങനെ അവൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് ഡൽഹിയിൽ നിന്ന് വരുത്തി പെട്ടെന്ന് അവൻ പറഞ്ഞ പോലെ അവൻ കുളിപ്പിച്ച് വൃത്തിയാക്കി അവനെ തിരിച്ച് ഡൽഹിക്ക് വിട്ടൊരു കഥയുണ്ട്. അപ്പോൾ ആ ഡൽഹിക്ക് അവൻ തിരിച്ച് അവൻ്റെ ചേട്ടൻ്റെ കൂടെ പോയപ്പം അവൻ ദയനീയമായി എൻ്റെ കണ്ണിലോട്ടൊന്ന് നോക്കി. അതിലെനിക്ക് മനസ്സിലാവും ഇത്രയും നാൾ ഭക്ഷണം തന്ന എന്നോടുള്ള ഒരു നന്ദി പ്രകടനമാണ് അവൻ്റെ കണ്ണിൽ കണ്ടത്. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഭക്ഷണ വിതരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 10 വർഷം ഇന്നും ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉച്ചഭക്ഷണ പൊതി കൊടുക്കാൻ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ അമ്പിളിയാണ് ആദ്യമായിട്ട് ചോറ് പൊതി പൊതിഞ്ഞു തന്നത്. പിന്നെ ഞങ്ങൾ യോഗ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ചോറ് പൊതി കൊണ്ടുതരും. എന്തായാലും 10 വർഷം കായംകുളത്തുള്ള സുബേർ എന്നും പച്ചക്കറി തരും, ചോറിന് വേണ്ടുന്ന പച്ചക്കറി തരും. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ഭക്ഷണ വിതരണം. സഹജീവികളെ സഹായിക്കുന്നതിനായി കരുതൽ കൂട്ടായ്മ നടത്തുന്നത് വിവിധങ്ങളായ ചലഞ്ചുകളാണ്. ഇതിനോടകം തന്നെ 100-ലധികം വ്യത്യസ്തങ്ങളായ ചലഞ്ചുകളാണ് ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ജീവകാരുണ്യ ചലഞ്ച് എന്ന വേറിട്ട ആശയത്തിലൂടെ സഹായധനം സ്വരൂപിച്ച് കിട്ടുന്നതത്രയും ദുരിതത്തിൽ കണ്ണീർ വാർത്തിരിക്കുന്നവർക്ക് നൽകുന്ന ഷാജി വിലമതിക്കാനാവാത്ത പ്രതിഫലമായി കാണുന്നത് ആ നിസ്വരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷവും മുന്നോട്ടു പോകാനാകുമെന്ന ആത്മവിശ്വാസത്തിന്റെ ഭാവപകർച്ചകളുമാണ്. ആലംബഹീനരെ സഹായിക്കുവാൻ വേണ്ടി ജീവിക്കുന്ന ഒരാൾ, കരുതലിന്റെ കൈകൾ നിവർത്തി ആശ്വാസത്തിന്റെ തണലൊരുക്കി നിൽക്കുന്ന ഒരാൾ. ഷാജി എന്ന ആൾരൂപത്തിന് ഇതിലും വലിയ അലങ്കാരങ്ങൾ നൽകാനില്ല. കുപ്പിവെള്ള വിതരണക്കാരനായ ഷാജി വാഹനത്തിൽ കുറച്ചു പേർക്കുള്ള ഭക്ഷണവുമായാണ് യാത്ര തുടങ്ങിയത്. 2015 മുതൽ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ 200ഓളം പേർക്ക് ഉച്ചഭക്ഷണം നൽകി കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടു. പിന്നെ പലരും സഹായത്തിനെത്തി. പണമല്ല, പച്ചക്കറികളും എണ്ണയും പലചരക്ക് സാമഗ്രികളും ഉൾപ്പെടെയുള്ളവയാണ് ഷാജി സ്വീകരിച്ചത്. ഭർത്താവിന്റെ മരണത്തോടെ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലായ വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ഒരു കുടുംബത്തെ സഹായിക്കാനാണ് ഉണ്ണിയപ്പം ചാലഞ്ച് പരിപാടിക്ക് തുടക്കമിട്ടത്. ഉണ്ണിയപ്പം തയ്യാറാക്കി റോഡരികിൽ വിറ്റുകിട്ടിയ തുക അവർക്ക് സഹായമായി. ആ കുടുംബം ഉപജീവനത്തിന് ഉണ്ണിയപ്പം കച്ചവടം തുടങ്ങുകയും ചെയ്തു. ലോക്ക്ഡൌണിന് ശേഷം തൊഴിലില്ലാതായ ആറാട്ടുപുഴ സ്വദേശിയുടെ മകളുടെ വിദ്യാഭ്യാസത്തിനാണ് കപ്പലണ്ടി ചാലഞ്ച് നടത്തിയത്. നല്ലൊരു തുക സമാഹരിച്ച് നൽകുക മാത്രമല്ല, പഴയ കപ്പലണ്ടിത്തട്ട് നന്നാക്കി നൽകിയതോടെ അദ്ദേഹത്തിന് പഴയ തൊഴിൽ വീണ്ടും തുടങ്ങാനും കഴിഞ്ഞു. പണം മാത്രമല്ല, ഉപജീവന മാർഗം കൂടിയാണ് ഷാജി കണ്ടെത്തി നൽകുന്നത്. സഹായം ആവശ്യമുള്ള കുടുംബവുമായി സഹകരിക്കുന്ന അയൽക്കാരെയും ബന്ധുക്കളെയും ചേർത്താണ് പരിപാടികൾ. നേരിട്ട് ചാലഞ്ചിൽ പങ്കെടുക്കുവാൻ കഴിയാത്തവർക്ക് പണം ആവശ്യക്കാരന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ അവസരം നൽകും. ചാലഞ്ചിന്റെ തുടക്കത്തിൽ പണം നിക്ഷേപിക്കുവാനുള്ള കുടുക്ക പൂട്ടി താക്കോൽ നാട്ടിലെ പൊതു സ്വീകാര്യനായ ഒരു വ്യക്തിക്ക് നൽകും. ചാലഞ്ച് അവസാനിച്ച ശേഷം ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ തുക എണ്ണി ആവശ്യക്കാരന് കൈമാറും. അടച്ചുറപ്പുള്ള വീടില്ലാത്തവർക്ക് ഷാജിയുടെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പഴയ വീടുകൾ പൊളിച്ചു വിൽക്കുന്നവരിൽ നിന്ന് ഫർണിച്ചർ സ്വീകരിക്കും. പുതിയ വീട് വയ്ക്കുന്നവർ ഒരു കട്ടിളയോ ജനാലയോ അധികമായി പണിത് നൽകും. വീട് പണിക്കിടയിൽ അധികം വരുന്ന സിമന്റ് ആവശ്യപ്പെട്ടപ്പോൾ കെട്ടിടം വാർക്കുവാനുള്ള ചെലവ് പൂർണ്ണമായി ഏറ്റെടുത്തവർ പോലുമുണ്ട്. സിവിൽ സർവീസ് വിദ്യാർത്ഥികളായ 3 പേരടക്കം 27 കുട്ടികൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തിയും മറ്റും പഠന സഹായം നൽകുന്നുമുണ്ട്. വീഡിയോ എല്ലാവരും കാണും, ഷെയർ ചെയ്യും. അമ്മയ്ക്ക് കൊടുത്ത് കൗൺസിലിൽ നിർമ്മല കുമാരിയുണ്ട്, ഇനി സാറമ്മയ്ക്ക് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുവഴി പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ മനസ്സില്ലാത്തവരൊക്കെ ഉണ്ട്. പലരും ടിക്കറ്റ് എടുക്കാനും ഇതിനൊരു ചൂതുകളിയായിട്ട് കാണുന്നതുകൊണ്ട് സത്യമാണ്. പക്ഷേ ഒരു കുടുംബത്തെ സഹായിക്കാൻ നമുക്ക്, ഞാൻ കല്യാണത്തിന് പോയപ്പോൾ ശില്പ എന്ന് പറഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ട്. അത് ആ മോളും ഒരു ടീച്ചറും ഒരു 100 വന്നു. ഞാൻ എവിടെ പോയാലും ചോദിച്ചാൽ എന്നാലല്ലേ നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഈ ചലഞ്ചിൽ പങ്കെടുക്കണം. സൽക്കർമ്മ സർക്കാർ ചലഞ്ചിലേക്ക് ബേസനുണ്ടോ എല്ലാ ചലഞ്ചുകൾക്കും ഞങ്ങൾക്ക് തരുന്നതാണ്. ഈ പൈസ സുധീഷിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഈ സുധീഷ് ഈ 250 ഗ്രാം മിത്രമായിട്ട് അമ്പൂരേക്ക് മിത്ര മേടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ നിങ്ങൾ പുച്ഛിക്കാതെ നിന്ദിക്കാതെ ഒരു കവർ മിച്ചർ സുധീഷിനെ മേടിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ നന്മയായിരിക്കും. സൽക്കർമ്മ സർക്കാർ ചലഞ്ച് പ്രദേശങ്ങളൊക്കെ ഈ ദിവസങ്ങളൊക്കെ വൻ വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. സൽക്കർമ്മ സർക്കാർ ചലഞ്ചിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യും. 9-ാം തീയതി വീണ്ടും ഇതുപോലെ തന്നെ സൽക്കർമ്മ സർക്കാർ ചലഞ്ച് ഗ്രാമങ്ങളും ശാരീരികമായി ഭിന്നശേഷിയുള്ള ഒരു യുവാവിന് നൽകുവാനുള്ള വീഴ്ച പഞ്ചായത്ത് മെമ്പർ രാജി ഉണ്ണി മെമ്പർ ഇരിക്കുകയാണ്. രാമപുരം ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്കാണ്, രാമപുരം ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയല്ല 2 വിദ്യാർത്ഥിക്കാണ് ഒരുപോലെ വീട് പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. ആ വലിയ സന്തോഷത്തിലാണ് ഈ പ്രദേശത്ത് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സ്കൂളിലെ ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സ് 21,000 രൂപ റെജീന ടീച്ചറുടെ കയ്യിൽ, ഒരു മോഡൽ ഈ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയുടെ ക്ലാസ് ടീച്ചറാണ്, റെജീന ടീച്ചറുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് 21,000 രൂപ. നമുക്കൊരു പ്രയാസം കണ്ടാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് ഇടപെട്ടാൽ ചെറിയ രീതിയിലെങ്കിലും കുടുംബങ്ങൾക്ക് ആശ്വാസമാകും എന്നുള്ളതാണ് 6,000 പഞ്ചായത്ത് മെമ്പർ മഞ്ജു ഷാജിയെ. നമ്മൾ ലക്ഷങ്ങളൊന്നും ആവശ്യമാണ്, പക്ഷേ
ഈ ചെറിയ എമൗണ്ടുകൾ ആണെങ്കിൽ പോലും 100 രൂപയാണെങ്കിൽ പോലും അത് നിർമ്മിക്കുമ്പോൾ വലിയ ഒരു സഹായമായി മാറും. കഴിഞ്ഞ ദിവസം വെട്ടത്തുമുക്ക് നടന്ന ചലഞ്ച് ഇതുപോലെ ആ ഗ്രാമം, ആ വാർഡ് ഒന്നടങ്കം, ആ ബന്ധുക്കൾ ഒന്നടങ്കം അതിനോട് ചേർന്നപ്പോൾ ആ വീട്ടിലെ പ്രയാസം തീർന്നവർ തുടർച്ചയ്ക്കും തുടർന്നുള്ള എല്ലാ പ്രശ്നങ്ങളും തീരത്തക്ക വിധത്തിൽ 7 ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടീം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്തുന്നതിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ, അതുപോലെ ഭവനമില്ലാത്ത ഭവനരഹിതര്, പാവപ്പെട്ട സുമനസ്സുകളെയൊക്കെ സഹായിക്കുന്ന ഷാജി ഡേവിഡിനോടുള്ള സ്നേഹവും നന്ദിയും ബദനിയുടെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അന്തിയുറങ്ങാൻ ഒരു സുരക്ഷിത ഭവനമില്ലാതെ വാടക വീടുകളിൽ കഴിഞ്ഞിരുന്ന 100ഓളം കുടുംബങ്ങൾക്ക് സ്വപ്ന ഭവനങ്ങൾ ഒരുക്കി നൽകിയതിലൂടെ സമൂഹത്തിൻ്റെ ആകെ പിന്തുണയും സ്നേഹവുമാണ് കരുതലിന് ലഭിക്കുന്നത്. ഇതിനെല്ലാം നേതൃത്വമായി നയിക്കുന്നത് ഷാജി കെ ഡേവിഡ് എന്ന മനുഷ്യ സ്നേഹിയാണ്. വിവാഹം, വീട്, വാഹനം, ഈ പല വിവാഹങ്ങളും ഈ പണ്ടൊക്കെ വിവാഹങ്ങൾ നടത്തി ആരും കടക്കാരായിട്ടില്ല. അയൽ വീട്ടുകാരുടെ വീട്ടിൽ നിന്ന് പാത്രം എടുക്കും, അവിടെ നിന്നൊരു പല വീടുകളിൽ നിന്ന് മുളയും ഒക്കെ എടുത്ത് പന്തലിടും, കസേരകൾ അടുത്ത വീട്ടിൽ നിന്ന് എടുക്കും, എല്ലാ അയൽക്കാരോടും ചേർന്ന് ഭക്ഷണം പാചകം ചെയ്യും, കല്യാണം നടക്കും. ഇന്ന് ചിലപ്പോൾ അങ്ങനെ നടക്കത്തില്ലായിരിക്കാം. പക്ഷേ ഞാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു കല്യാണത്തിൻ്റെ കടം കയറി ഒരു കല്യാണം നടത്തിയ ഒരു വീട്ടുടമയെ കണ്ടു, സാധാരണക്കാരന്. ഞാൻ എടുത്ത് ചുമ്മാ ചോദിച്ചാണ്, മുല്ലപ്പൂ പന്തൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സാറേ, മുല്ലപ്പൂ പന്തൽ ഉണ്ടായിരുന്നു. ഈ മുല്ലപ്പൂ പന്തൽ എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പേരേ ഉള്ളൂ മുല്ലപ്പൂ എന്ന്. ഇത് പ്ലാസ്റ്റിക്കാണ്, ഭയങ്കര റേറ്റാണ് ഇതിന്. ഒരു സാധാരണക്കാരൻ, ഇല്ലായ്മക്കാരൻ്റെ കല്യാണത്തിന് പോലും വലിയ മറ്റുള്ള ആർഭാടങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് കല്യാണം നടത്തുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വിവാഹത്തിലും വാഹനത്തിലും വീടും വെച്ച് കടക്കാരാവുകയാണ്. 3 മാ ചേർത്ത ഫൈനാൻസുകളാണ് ഇന്ന് എൻ്റെ വീട്ടിൽ ദിവസവും ഒരു 5-6 കോളുകൾ വരുന്നത്. ഈ ഫൈനാൻസ് ജപ്തിയാണ്. ഒന്നിൽ വിവാഹം നടത്തി, അല്ലെങ്കിൽ വീട് വെച്ച്, അല്ലെങ്കിൽ വാഹനം വാങ്ങി. മലയാളി മാത്രം, എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിൽ സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയമുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും മലയാളിയുടെ ഏറ്റവും വലിയൊരു അപകടമാണ് വല്ലതും 5 ലക്ഷം രൂപ ലോൺ എടുക്കും, 15 ലക്ഷം രൂപ അടച്ചാൽ പോലും 5 ലക്ഷം 2 ലക്ഷമൊക്കെ മോളെ കെട്ടിക്കാൻ വേണ്ടി കടമെടുക്കുന്നതാണ്. അത് ലക്ഷങ്ങളിലായി വീട് വിൽക്കുന്ന അവസ്ഥ എന്നും ഞാൻ അഭിമുഖീകരിക്കുന്ന കേൾക്കുന്നൊരു വിഷയമാണ്. 65 പെൺകുട്ടികളുടെ വിവാഹം നടത്തി. ഈ വിവാഹം നടത്തിയതിനകത്ത് ഞങ്ങൾ അവരോട് പറയുന്നതാണ്, ഞങ്ങൾക്ക് സ്വർണം തരാനില്ല, ഞങ്ങൾക്ക് പണം തരാനില്ല, ഞങ്ങൾക്ക് തലേദിവസത്തെ കാപ്പി ഒരുക്കാം, ഞങ്ങൾ വീട്ടിൽ മുട്ടക്കറി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്ത് ജലപഞ്ചായത്തിൻ്റെ കടയിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് മുട്ടക്കറി തരും, അപ്പം ഞങ്ങൾ വാങ്ങിക്കും. അത്തരത്തിൽ ഞങ്ങൾ വൈകിട്ടത്തെ സൽക്കാരം ലളിതമായ ഗംഭീരമാക്കും. ഉച്ചക്കലത്ത് ഊണ് ഞങ്ങൾ ഒരുക്കും. അതിനൊക്കെ ചിലപ്പോൾ ഉച്ചക്കലത്ത് ഊണ് ഒരുക്കാൻ ഇല ഒരാൾ തരും, പപ്പടം ഒരാൾ തരും, ഉപ്പ് ഒരാൾ തരും, വെളിച്ചെണ്ണ ഒരാൾ തരും. അങ്ങനെ പലരിൽ നിന്നും ഈ ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ ശേഖരിച്ച് അത്തരത്തിൽ ഞങ്ങൾ പാചകക്കാരനെ സൗജന്യമായിട്ട് ചിലപ്പോൾ പാചകക്കാരൻ മുന്നോട്ട് വരും. അത്തരത്തിൽ അവരെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെയൊക്കെ സഹായം തേടിക്കൊണ്ട് പാചകം ചെയ്യും. തുണിക്കടകളൊക്കെ സ്വപ്നയും അയ്യപ്പാസും അങ്ങനെ തുണിക്കടകളൊക്കെ വില കുറച്ചും പകുതി വിലയ്ക്കും സൗജന്യമായൊക്കെ കല്യാണ തുണി തരും. പല തുണികളും ഒരു ഡ്രസ്സ് കല്യാണത്തിന് ഉപയോഗിച്ച ഒരു ഡ്രസ്സ് പിന്നെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളുണ്ട്. അതൊക്കെ തലേദിവസത്തെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉപയോഗിക്കുവാൻ ഞങ്ങൾ കളക്ട് ചെയ്യും. അത്തരത്തിൽ വളരെ കടമില്ലാത്ത വിധത്തിൽ വിവാഹങ്ങൾ 65 കല്യാണങ്ങൾ നടത്തി. എനിക്ക് 120 പേരക്കുട്ടികളുണ്ടെന്ന് ഞാൻ വളരെ അഹങ്കാരത്തോട് പറയും. എനിക്കൊരു മോളാന്ന് എപ്പോഴും പറയും. പക്ഷേ എനിക്ക് ഒരു മോളെ ഉള്ളെങ്കിലും ഞാൻ മരിച്ചാൽ കരയാൻ എന്നോടൊപ്പം 120 പേരക്കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു 120 പേരക്കുട്ടികളുടെ അപ്പൂപ്പനാണ് എന്നൊക്കെ അഹങ്കാര ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. അതുകൊണ്ട് വിവാഹത്തിൽ കേൾക്കുന്നവർ വിവാഹം ലളിതമാക്കണം. ഒരിക്കലും ഒരു പെൺകുട്ടി കടം മേടിച്ച് ലോൺ എടുത്ത് സ്വർണം മേടിച്ച് വിവാഹം കഴിപ്പിക്കരുത്. സ്വർണവും പണവും ഉള്ള അവസ്ഥയിൽ കണ്ടറിഞ്ഞ് വരുന്ന ചെറുപ്പക്കാർക്കേ മക്കളെ കൊടുക്കാവൂ. കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞ് മക്കൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവർ വിവാഹത്തിനും വീടിനും വാഹനത്തിനുമായി കടമെടുക്കുക. ചലഞ്ചുകളിലൂടെ ലക്ഷ്യമിടുന്നത് രോഗികളും തൊഴിൽ രഹിതരായവരുമായ നിരാലംബർക്ക് ഒരു ഉപജീവന മാർഗം തുറക്കുക എന്നതാണ്. ഉണ്ണിയപ്പം ചലഞ്ച്, പഴംപൊരി ചലഞ്ച്, കപ്പലണ്ടി ചലഞ്ച് എന്നിങ്ങനെ നീളുന്നു ചലഞ്ചുകളുടെ എണ്ണം. ഞാനൊരു വീട്ടിലെ ഒരു വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വീട്ടമ്മ, ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ ആ മനുഷ്യൻ ജീവനോടിരുന്നപ്പോൾ വളരെ സുഭിക്ഷമായി കഴിഞ്ഞൊരു വീടാണ്. 36 വർഷമായിട്ട് വാടക വീട്ടിൽ. അപ്പം ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുവാടക കൊടുക്കാൻ നിവൃത്തിയില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ബർത്ത്ഡേക്ക് 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10,000 പോരാ, 12 വേണം. 4,000 രൂപ വെച്ച് 3 മാസം വാടക കൊടുക്കണം. അപ്പോൾ ഈ 12 വാടകയും ബദിനി പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടുന്ന്
കുറേ ഭക്ഷണ സാധനമൊക്കെ ആയിട്ടാണ് വീട്ടിൽ പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, പോകുന്ന വഴി തന്നെ ചിന്തിച്ചു സ്വാമി എന്ന് പറഞ്ഞ മരിച്ചുപോയ ഓയിൽ സ്വാമിയാണ് എന്നെ വീട് കാണിച്ചതാണ്. അദ്ദേഹം മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറയണം എന്ന് ആഗ്രഹിച്ച് എന്നാ പേര് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചു, എത്ര നാളിങ്ങനെ വാടക കൊടുക്കാൻ പറ്റും, എത്ര നാൾ ഭക്ഷണ സാധനം കൊടുക്കാൻ പറ്റും, 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പം നല്ല ഉണ്ണിയപ്പം തന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഈ ഉണ്ണിയപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി വിറ്റാൽ എന്താ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ എന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് മനുഷ്യൻ വിട്ടിട്ടില്ല, ഒരു പാക്കറ്റ് ഉപ്പ് വേണമെങ്കിൽ പോലും എനിക്ക് കൊണ്ടുതരും. അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ച വീടാണ്. അതുകൊണ്ട് എനിക്ക് റോഡ് സൈഡിൽ നിന്ന് ഉണ്ണിയപ്പം വിൽക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിൽക്കണ്ട, ഞാൻ വിൽക്കാം. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വെച്ച് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി വീഡിയോ ഒക്കെ എടുത്തു. ഒരു ദിവസം ഇങ്ങനെ ഉണ്ണിയപ്പ ചലഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു ചലഞ്ച് എന്ന് പറയുന്ന ഒരു അതിശയം, എന്തോ ഉണ്ണിയപ്പ ചലഞ്ച്. 5 വർഷം മുമ്പുള്ള കഥയാണ് പറഞ്ഞത്, ഒന്നാമത്തെ ചലഞ്ച്. അപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കി വിറ്റു. ഉച്ചവരെ ഞാൻ തോർത്ത് കെട്ടി ഉണ്ണിയപ്പം റോഡിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ ഈ സ്ത്രീക്ക് തോന്നി, ഇവിടെ ഈ മനുഷ്യനിങ്ങനെ റോഡ് ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഉണ്ണിയപ്പം വിൽക്കാമെങ്കിൽ പിന്നെ എനിക്കെന്താ വിറ്റ. അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചുമതല കൊണ്ട് ഏറ്റെടുത്തു. ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ആ കുടുംബം ഹരിപ്പാട്ട് ഏറ്റവും പ്രസിദ്ധമായ ഉണ്ണിയപ്പ കച്ചവടമായിട്ട് മാറി. വിദേശങ്ങളിലൊക്കെ അവർ ഉണ്ണിയപ്പം പോവുക. ഒത്തിരി ഈ ബ്ലോഗേഴ്സൊക്കെ വന്ന് അവരുടെ ഷൂട്ട് ചെയ്യുന്നു. അവർ സ്വന്തമായിട്ട് വസ്തു മേടിച്ചു. എന്തൊരു സന്തോഷമായിരുന്നു. അത് നല്ലൊരു തീരുമാനം പെട്ടെന്ന് എടുക്കുവാൻ തോന്നിയതും അത് നടപ്പിലാക്കുവാൻ ദൈവം തന്ന ഒരു കൃപയാണ് ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നു. അങ്ങനെ ഒരു ചലഞ്ച് കഴിഞ്ഞ് പിന്നെ ഒത്തിരി കുടുംബങ്ങൾ, വിധവകൾ, രോഗികളായിട്ടുള്ളവരൊക്കെ ചലഞ്ച് നടത്തി അവിടെ അവസാനിക്കുകയല്ല. ഒരു കരിക്ക് വിറ്റ് 38,000 രൂപ കിട്ടി അവർക്ക് കൊടുത്തു. പക്ഷേ ആ സ്ത്രീ ഇന്ന് കരിക്ക് കച്ചവടം ചെയ്യും. രാത്രി പെരുമഴയത്തും കൊടയും പിടിച്ച് അവർ കരിക്ക് വിൽക്കും. ഈ സുന്ദരപ്രഭാനൊക്കെ അവിടെ പോയി 10-30 കരിക്കാൻ മേടിക്കുന്നു. അങ്ങനെ കാർച്ചപ്പള്ളി ജംഗ്ഷൻ്റെ കുരിശുമൂടിൻ്റെ അപ്പുറത്ത് കരിക്ക് വിൽക്കും, തുണി തേക്കും, കപ്പലണ്ടി വിൽക്കും, തേപ്പ് കട, അങ്ങനെ വ്യത്യസ്തമായ രീതികൾ. ഇപ്പോൾ ഏറ്റവും അവസാനം കരുനാഗപ്പള്ളി പോയിട്ട് ഒരു സ്ലൈല എന്ന് പറഞ്ഞ സ്ത്രീക്ക് തോർത്ത് വയ്ക്കാനും കയ്യിൽ വിൽക്കാനും ലോട്ടറി വിൽക്കാനും വേണ്ടി തട്ടുണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവരതുകൊണ്ട് അങ്ങ് ജീവിക്കുക. അല്ല ചുമ്മാ വെറുതെ കൈ നീട്ടി 100 10 എനിക്ക് വാടക കൊടുക്കാമെന്ന് ചോദിക്കുന്നതിന് പകരം ഒരു തൊഴിൽ ചെയ്ത് സ്വയം പര്യാപ്തരാക്കുന്ന വിധത്തിൽ സ്ത്രീ സമൂഹത്തെ, പ്രത്യേകിച്ച് വിധവകളായ വീട്ടമ്മമാരെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ 420 ചലഞ്ചിൽ കൂടി കരുതൽ ചുണ്ട് കൂട്ടായ്മയ്ക്ക് ഉണ്ടാക്കിയ നേട്ടം. ഇനിയുമുണ്ട് ലക്ഷ്യങ്ങൾ. അതിനായി തൻ്റെ ജന്മദിനാഘോഷവും സഹജീവി സ്നേഹത്തിനായി മാറ്റിയിരിക്കുകയാണ് ഷാജി കെ ഡേവിഡ്. സന്തോഷമുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യമാണ്. ഇവരാണിത് പഠിക്കുന്നത്. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അവർക്ക് ഒരു കേക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി എന്തിനു വേണ്ടി നമ്മൾ കേക്ക് മുറിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് പ്രിയപ്പെട്ട കാർത്തികപ്പള്ളി ഷാജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് മാത്രമല്ല, ഓരോ ജന്മവും നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അത് ഈശ്വരൻ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അത്യാവശ്യത്തിന് മുമ്പിൽ എൻ്റെ ആവശ്യമൊക്കെ ഒന്ന് മാറ്റിവെക്കാവുന്നതാണെന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട ഷാജി ഇതിനോടകം എത്ര ഭവനങ്ങളാണ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്, എത്ര പാവപ്പെട്ട കുട്ടികളെ വിവാഹം കഴിക്കുവാൻ സഹായിച്ചിരിക്കുന്നു. അതേപോലെ പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ പഠിക്കുവാൻ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള ശുശ്രൂഷയാണ് മക്കൾക്ക് ചെയ്യുന്ന ശുശ്രൂഷ, മഹാദേവൻ ചെയ്യുന്ന ആരാധന എന്നുള്ളത്. അങ്ങനെയുള്ള ഉന്നത സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന പറഞ്ഞ വാക്കുകൾ നമ്മളെയൊക്കെ ഏറെ സ്പർശിച്ചു. അതിൻ്റെ കാരണം എൻ്റെ മരണസമയവും ഒരു ചലഞ്ചായിരിക്കണം. അത് നമ്മുടെ എല്ലാവരുടെയും പറഞ്ഞ ഒരു ചലഞ്ചാണ്, അത് സംശയമൊന്നും. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അവിടെ ആരും പൂക്കളൊന്നും കൊണ്ട് വെച്ച് കാശ് കളയരുത്, നേരിയതൊന്നും കൊണ്ടിട്ട് കളയരുത്, അതെല്ലാം അഴിപ്പോകും, അത് നശിച്ചു പോകും. എന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ആലയത്തിൽ ഒരു ഭവനം പണിയുവാനോ ഒരു പാവപ്പെട്ടവരെ സഹായിക്കാനോ എൻ്റെ മരണസമയത്ത് നിങ്ങൾ വരുമ്പോൾ ആ ഒരു സംഭാവന ബോക്സിൽ ഇടുകയാണെങ്കിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്ര ഉന്നതമായ ഒരു കാഴ്ചപ്പാട് കൂടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അതിൻ്റെ ഇച്ചിരി ക്ഷീണമൊക്കെ കാണുന്നുണ്ട്. അതൊരു വലിയ ക്ഷീണമായിട്ട് കാണണ്ട, അതൊക്കെ വളരെ ഈ പ്രവർത്തനത്തിൻ്റെ ക്ഷീണം മാത്രമാണ്. അതെല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി
പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉറച്ച തീരുമാനമെടുക്കാൻ അവരുടെ ബർത്ത്ഡേ വരുമ്പോൾ ഇതിൻ്റെ ബോക്സ് എന്തെങ്കിലും ആവശ്യം അങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഷാജിയുടെ അടുത്ത വർഷത്തെ ജന്മദിനത്തിലും നമ്മളെല്ലാവരും ഇതിനേക്കാൾ ശക്തമായ ഒരു പ്രോജക്റ്റുമായിട്ട് വരും എന്നുള്ള ഉറപ്പോടുകൂടി ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നല്ലവരായ നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈശ്വരൻ ആഘോഷിക്കുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആദരവിനേക്കാളും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വിഷമത്തോടെ നിൽക്കുന്നത് രണ്ട് ദയനീയമായ 4 പെൺകുഞ്ഞുങ്ങളുടെ മുഖമാണ്. എനിക്കും ഒരു മകളാണ്. തലശ്ശേരിയിൽ കഴിയുന്ന 11-ലും 8-ലും പഠിക്കുന്ന 2 പെൺകുട്ടികൾ അപകടത്തിൽ തളർന്നു കിടക്കുന്ന മറ്റു സഹോദരൻ്റെ വീട്ടിൽ സ്വന്തമായി താമസിക്കാൻ പറ്റാത്ത മറ്റൊരു സഹോദരൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങുന്ന മറ്റൊരു കുടുംബം. ഈ 2 കുടുംബങ്ങൾക്ക് തലചായിക്കുവാൻ ഒരു കിടപ്പാടം ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വലിയ ഒരു ഭാരം. ഈ ഭാരം സന്തോഷമായി നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനാണ് എൻ്റെ പിറന്നാൾ ദിവസം ഇത്തരത്തിലുള്ള ഒരു ജന്മദിന ചലഞ്ച് ക്രമീകരിച്ചത്. ഞാൻ എൻ്റെ മറ്റൊരു വാർത്ത ആൾക്കാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജന്മദിനം മാത്രമല്ല എൻ്റെ മരണവും ഒരു ചലഞ്ചായി ആഘോഷിക്കണം എന്നുള്ള ചിന്തയാണ് എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് വിഷമമുള്ള കാര്യമാണ്. എന്നാൽ പോലും വീട്ടിൽ വേണ്ട, ആഘോഷമായ ഒരു മരണാനന്തര ചടങ്ങുകൾ വേണ്ട. അവിടെയും ഈ ചലഞ്ച് ബോക്സ് വെച്ചിട്ട് എന്നെ കാണാൻ വരുന്നവർ, എന്നെ പ്രസിദ്ധീകരണം കാണാൻ വരുന്നവർ ആ ചലഞ്ച് ബോക്സിൽ പണം നിക്ഷേപിക്കണം എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിലോ. നിങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ജീവിതം, ഈ ജന്മം ദൈവം നമുക്ക് നൽകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ലോകത്തിൽ വിട്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ അങ്ങനെ എൻ്റെ ആഗ്രഹം പങ്കുവെച്ചത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളപ്പോൾ, ഈ നിൽക്കുന്ന എൻ്റെ സഹോദരന്മാരും സുഹൃത്തുക്കളുള്ളപ്പം, ജിബിനച്ചനുള്ളപ്പം, അങ്ങനെ ലോക്ഷത്തിനയുടെ കൂടാണ് 5 വർഷമായി. ഒരു ബിഷപ്പ് എന്നതിനപ്പുറം എൻ്റെ ഒരു പിതൃതുല്യം, ഒരു സുഹൃത്തിനെ പോലെ എനിക്ക് എന്തും സ്വാതന്ത്ര്യത്തിൽ പറയാൻ പറ്റുന്ന വിധത്തിൽ എന്നോടൊപ്പം ജന്മദിനം ആഘോഷിക്കുകയും എന്നോടൊപ്പം നിൽക്കുമ്പോൾ ഷാജി കെ ഡേവിഡിനോടൊപ്പം താന്ന് വന്ന് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തിരുമേനികളെ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തിരുമേനി ഇങ്ങനെ കടയിൽ വന്നതിനുള്ള സന്തോഷം പങ്കുവെക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി ഹരിപ്പാട് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഉച്ചയൂണ് കൂട്ടായ്മ എന്ന പ്രസ്ഥാനം വളരെ വിജയകരമായി നടത്തിവരുന്ന ഷാജി കെ ഡേവിഡിന്റെ ജന്മദിനമാണിന്ന്. ഈ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ നടത്തിവരുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. നമുക്ക് ആർക്കും അനുമാനിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത തരത്തിൽ അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ നടത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നിവിടെ ഈ ജന്മദിനത്തിൽ അദ്ദേഹം ആറാട്ടുപുഴ തറയിൽക്കടവ് താമസിക്കുന്ന 2 കുടുംബങ്ങൾക്ക് വാസസ്ഥലമില്ലാത്ത 2 കുടുംബങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിക്കൊണ്ടാണ് ഈ ചലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ പ്രസ്ഥാനം ഹരിപ്പാട് ഹോസ്പിറ്റലിലേക്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അന്നം നൽകിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഈ പാതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കൂടാതെ വാസസ്ഥലമില്ലാത്തവർക്ക് ഏതാണ്ട് 90ഓളം കുടുംബങ്ങൾ വീടുകൾ നിർമ്മിച്ചു നൽകുകയും അനാഥരായ യാതൊരു നിവൃത്തിയുമില്ലാതെ വിവാഹം കഴിക്കാൻ പ്രായമായി കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹം ഏർപ്പെടുത്തിക്കൊണ്ട് 57ഓളം പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതം കൈപിടിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ നന്മ കൂട്ടായ്മ ഇവിടെ നടത്തി വരികയാണ്. അദ്ദേഹത്തിന്റെ ഈ ജന്മദിന ആഘോഷം നമ്മുടെ ബഹുമാനപ്പെട്ട ജോഷുവ തിരുമേനി കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്.
സ്നേഹത്തോടെ വരുന്ന എല്ലാവർക്കും ചായ കേക്ക് കൊടുക്കുന്നതായിരിക്കും. ചായ ഇനിയാണ് കൊടുക്കരുത്. ഡയബറ്റിക് പേഷ്യന്റ് അതുകൊണ്ട് ഇനി കൊടുത്താൽ അതുകൊണ്ട് വാങ്ങിച്ചു. രണ്ടാമത്തെ വീട് തിരുമേനെ കൊണ്ട് കല്ലിടിക്കണം. എല്ലാ ആശംസകളും. ഓക്കെ. ഇനി ദീർഘകാലം ഇതുപോലെയുള്ള പൊതുമേഖലയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുവാൻ അനേകായിരങ്ങൾക്ക് ആശ്വാസമായി ഷാജി കെ ഡേവിഡ് വീണ്ടും ഊർജ്ജസ്വലനായി സമൂഹത്തിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കരുതലിന്റെ ചെയർമാന് എല്ലാവിധ പിന്തുണയുമായി എപ്പോഴും കടന്നുവരുന്ന ഡോക്ടർ ജോഷിയോ മാർ ഇഗ്നാത്യോസ് മെത്രോപ്പൊലിത്തയുടെ വാക്കുകളിലേക്ക്. ഒരു വ്യക്തി രോഗിയായിട്ട് മാറുമ്പോൾ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ആളെ കരുതുന്നു, സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശം കൊടുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഒരു ചികിത്സയുടെ ഭാഗമെന്ന് പറയുന്നത്. ഒരു ഡോക്ടർ രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ രോഗിക്കൊരു പ്രോത്സാഹനം കൊടുത്ത് ഇന്നലത്തേക്കാൾ മെച്ചമായിരിക്കുന്നല്ലോ, വളരെ ഭംഗിയായിരിക്കുന്നു, നമുക്ക് പെട്ടെന്ന് സുഖമാകും എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഉൾക്കരുത്ത് വളരെ വലുതാണ്. ഉച്ചയ്ക്കൊക്കെ ഭക്ഷണമില്ലാതെയും പ്രയാസപ്പെട്ടും കഴിയുന്ന രോഗികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ ഒരു പൊതുവായിട്ട് ഓരോരുത്തരും ഔദാര്യത്തോടെ കൊണ്ട് കൊടുത്തു തുടങ്ങിയ ഒരു കരുതൽ ഉച്ചയോട് കൂട്ടായ്മയാണ്. അത് വളർന്ന് ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ രോഗികളായി കഴിയുന്നവർക്ക് മാത്രമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക്, അതേപോലെ വിവാഹപ്രായം എത്തിയിട്ടും കഴിച്ചു കൊടുക്കാൻ സാമ്പത്തിക സഹായമില്ലാത്ത ആളുകൾക്ക്, ഭവനരഹിതരായ ആളുകൾക്ക്, അത് അദ്ദേഹം ഭവനം വെച്ച് കൊടുക്കുന്നതൊക്കെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്കാണ്, ഏറ്റവും അർഹിക്കുന്ന ആളുകൾക്ക്, മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ ഒക്കാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ സംഭാവനയായിരിക്കാം, അല്ലെങ്കിൽ പായസമായിരിക്കാം, അല്ലെങ്കിൽ ഉഴുന്നുവട ഏത്തയ്ക്ക, എന്തെങ്കിലും ഒരു ചലഞ്ചെന്നും പറഞ്ഞ് വരുമ്പോൾ എല്ലാവരും അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കാതെ പോകത്തില്ല. അങ്ങനെ കൊടുക്കാൻ മനസ്സില്ലാത്തവരെ പോലും കൊടുപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് മാറി. അപ്പോൾ കാരണം യുവർ നീഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മൈ നീഡ്, നിൻ്റെ ആവശ്യം എൻ്റെതിനേക്കാൾ വലുതാണ് എന്ന മനോഭാവത്തിൽ പ്രവർത്തിപ്പിച്ച് നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഷാജി പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ മതമോ ജാതിയോ ഒന്നുമല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. അതിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും കൊടുക്കേണ്ടതും. അതിന് നല്ലൊരു നേതൃത്വം നൽകുന്ന ഷാജിയുടെ ജന്മദിനം ഇന്ന് ആഘോഷിക്കുമ്പോൾ എല്ലാവരുടെയും പേരിൽ ജന്മദിന ആശംസകളും. കടന്നു വരുന്ന ഓണമെന്ന് പറയുന്നത് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട്, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, എല്ലാവരും ആനന്ദത്തോടെ കഴിയുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് നമ്മുടെ ഓണാഘോഷത്തോടു കൂടി. അതിനു മുമ്പായിട്ട് ഈ ബർത്ത്ഡേ ആഘോഷിക്കുവാനും ഇങ്ങനെ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. മഹാബലി മക്കളെ കാണാൻ എഴുന്നള്ളുന്ന ഓണ മഹോത്സവത്തിൽ നമ്മളെല്ലാവരും ഒന്നുപോലെ സഹായിച്ച് സഹകരിച്ച്
ഇത് ഗംഭീരമായി ആഘോഷിക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുമനസ്സുക്കളായ നിങ്ങളെല്ലാവരും ഇതിൻ്റെ പിന്നിലെടുക്കുന്ന ത്യാഗത്തെ ഏറെ അഭിനന്ദിച്ചുകൊണ്ട് ഷാജിക്ക് ഒരിക്കൽ കൂടി ജന്മദിന മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CD നെറ്റ് കരുതലുച്ചൂണ് കൂട്ടായ്മയ്ക്ക് എനിക്ക് വ്യക്തിപരമായി വളരെയധികം സപ്പോർട്ട് നൽകുന്ന ഒരു ദൃശ്യ മാധ്യമമാണ്. കായംകുളത്ത് ഞാൻ ചെന്നാൽ ഈ ചുവട്ടു തൊഴിലാളികൾ വരെ എന്നെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എന്നെ മാറ്റിയത് CD നെറ്റാണ്. അതുകൊണ്ട് CD നെറ്റിനോട് എനിക്കെന്നും കടപ്പാടും സ്നേഹവുമുണ്ട്. ഈ ഓണം CD നെറ്റിൽ കൂടി നിങ്ങളോട് 2 വാക്ക് പറയുവാനും ആശംസ അറിയിക്കുവാനും കിട്ടിയ അവസരത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. CD നെറ്റ് പ്രേക്ഷകർക്കും കാഴ്ചക്കാർക്കും നല്ല ഓണം, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓണം ഉണ്ടാവട്ടെ. ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ നമുക്ക് ഏക സഹോദരങ്ങളെപ്പോലെ ഈ പ്രാവശ്യവും ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും നല്ല ഓണം ആശംസിക്കുന്നു. ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.